വീടിനുള്ളിൽ വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ പൂച്ചക്കുഞ്ഞ് നടക്കാനിറങ്ങി. നടന്ന് നടന്ന് വീടിന് പുറകിലുള്ള കുഞ്ഞു കുളത്തിനരികിൽ എത്തിയപ്പോൾ അതാ ഒരു തവളക്കുഞ്ഞ്. പൂച്ചക്കുഞ്ഞ് തവളക്കുഞ്ഞിനെ നോക്കി ചിരിച്ചു. തവളക്കുഞ്ഞും പൂച്ചക്കുഞ്ഞിനെ നോക്കി ചിരിച്ചു. നീ കുളത്തിലാണോ താമസിക്കുന്നത്? അതെ, എന്റെ വീട് ഈ കുളത്തിനടിയിലാണ്. അവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ വെയിൽ കായാനായി കയറിയതാണ്. നീ ഈ വീടിനകത്താണോ താമസം? അതെ, എനിക്കിവിടെ നല്ല കുഞ്ഞുമെത്തയും തലേണയും പുതപ്പുമുണ്ട്. എന്റെ വീടിനുള്ളിലും നല്ല മെത്തയുണ്ട്, പിന്നെ പുതപ്പുമുണ്ട്. പക്ഷെ അവിടെ എപ്പോഴും നല്ല തണുപ്പാണ്. ചുറ്റും മീൻകുഞ്ഞുങ്ങൾ നീന്തിക്കളിക്കും. പൂച്ചക്കുഞ്ഞ് കുളത്തിലേക്ക് നോക്കി. നല്ല പൂക്കളും ചെടികളും നിറഞ്ഞ പച്ച നിറമുള്ള കുളം. മീനുകളാണെങ്കിൽ നീന്തിക്കളിക്കുന്നു. അയ്യോ, എനിക്ക് നിന്റെ വീട് കാണാൻ കൊതിയായി. അതിനെന്താ, എന്റെ വീട് കാണാമല്ലോ. പൂച്ചക്കുഞ്ഞ് എന്റെ കൂടെ പോന്നോളൂ. തവളക്കുഞ്ഞ് വെള്ളത്തിലേക്ക് ചാടി മുക്കിലേക്ക് അടിയിലേക്ക് പോയി. പൂച്ചക്കുഞ്ഞും തവളക്കുഞ്ഞിനോടൊപ്പം വെള്ളത്തിലേക്ക് ചാടി അടിയിലേക്ക് മുങ്ങിയപ്പോ പൂച്ചക്കുഞ്ഞിന് ശ്വാസം മുട്ടി. പൂച്ചക്കുഞ്ഞിന്റെ വെപ്രാളം കണ്ടപ്പോ തവളക്കുഞ്ഞ് നിലവിളിച്ചു. ബഹളം കേട്ടുകൊണ്ട് ഒരു വലിയ ആമ അവിടേക്ക് നീന്തി വന്നു. അത് പൂച്ചക്കുഞ്ഞിനെ പൊക്കിയെടുത്തുകൊണ്ട് കരയിലിട്ടു. വെള്ളം കുടിച്ചിട്ടാവണം പൂച്ചക്കുഞ്ഞിന്റെ വയർ നല്ലോണം വീർത്തിരുന്നു. ആ വീർത്ത വയറിൽ ആമയും തവളക്കുഞ്ഞും കൂടി ഞെക്കിയപ്പോ വയറിലെ വെള്ളം മൊത്തം പുറത്തുപോയി. വെയിലടിച്ചപ്പോ പൂച്ചക്കുഞ്ഞ് കണ്ണ് തുറന്ന് ചുറ്റും നോക്കി. മണ്ടൻ പൂച്ചക്കുഞ്ഞ്, എനിക്കും തവളക്കുഞ്ഞിനും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. നിനക്കത് പറ്റില്ല. ഇനി നീ വെള്ളത്തിൽ ചാടുമോ? ഇല്ല. പൂച്ചക്കുഞ്ഞ് ലജ്ജയോടെ തലയാട്ടി. പിന്നെ പാല് കുടിക്കാനായി ഓടി അകത്തേക്ക് പോയി.